നാദാപുരം അങ്ങാടിയെ വിറപ്പിച്ച മാപ്പിളക്കൂട്ടത്തെ ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കിയ ഒരു തീയെത്തിപ്പെണ്ണ്. ഭർത്താവ് ഭയന്നു മാറിയപ്പോൾ ചുണയോടെ പടവെട്ടിയ അവളായിരിക്കണം കേരളത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ്. കടത്തനാടൻ കളരിയിൽ ചുവടുവെച്ച ആ പെണ്ണിന്റെ പേരാണ് പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച. ഇന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയെക്കുറിച്ചാണ്. വടക്കൻ പാട്ടുകളിലെ സ്ഥിരം സാന്നിധ്യമായ ധീരവനിതയുടെ പേരാണ് പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച എന്നത്. വിവാഹം കഴിഞ്ഞതോടെ അത് ആറ്റമ്മണമേൽ ഉണ്ണിയാർച്ച എന്നായി. ഇന്നത്തെ കോഴിക്കോട് വടകര പ്രദേശത്താണ് ചേകവ തലമുറയിൽപ്പെട്ട ഉണ്ണിയാർച്ചയും ജനിച്ചു വീണത്. പഴയ കോലത്തുനാട്ടിലെ കടത്തനാട് നാട്ടുരാജ്യത്തെ അതിപ്രശസ്തമായ ധനിക തറവാടായിരുന്നു പുത്തൂരം വീട്. 16-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിലാണ് ഉണ്ണിയാർച്ച ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ആ കാലത്തെ ചേകവന്മാരുടെ ഈറ്റില്ലം കൂടിയാണ് പുത്തൂരം വീട്. ഇവിടെ ജനിച്ചു വീണ പുരുഷകേസരികളെല്ലാം അംഗം ജയിച്ചവരാണ്. അവർക്കിടയിൽ പോരാടിയാണ് ഉണ്ണിയാർച്ച വളർന്നു വന്നത്. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂ പോലെ അഴകുള്ളവരായിരുന്നു. ആണുങ്ങളായി വളർന്നവരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു എന്നായിരുന്നു വടക്കൻ മലബാറിൽ പാടിപ്പതിഞ്ഞ പാണന്റെ പാട്ട്. ഈ പാട്ടുകളിലൂടെയാണ് ചേകവ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഉണ്ണിയാർച്ചയുടെ ആയോധന കഴിവുകളും ശാരീരിക മുഖ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയെ കൂടാതെ മറ്റൊരു ധീരവനിതയായ മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച കൂടി കഥകളിൽ കടന്നു വരുന്നുണ്ട്. കടത്തനാട് നാട്ടുരാജ്യത്തെ പുത്തൂരം തറവാട്ടിൽ കണ്ണപ്പ ചേകവരുടെ മകളായി 1549-ലാണ് ഉണ്ണിയാർച്ച ജനിച്ചത്. വളരെ ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധ അഭ്യാസത്തിലും സ്ത്രീ സൗന്ദര്യത്തിലും ഉണ്ണിയാർച്ച മറ്റു സ്ത്രീകളെക്കാൾ മുന്നിൽ തന്നെയായിരുന്നു. കളരി അഭ്യാസ മുറകളിൽ ധീരയോദ്ധാവായ ആരോമൽ ചേകവരെ കൂടാതെ ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ണിക്കണ്ണൻ എന്ന ഒരു സഹോദരൻ കൂടിയുണ്ട്. സഹോദരനായ ആരോമൽ ചേകവർക്കും മുറച്ചെറുക്കനായ ചന്തു ചേകവർക്കും ആറ്റുമണമേൽ കുഞ്ഞിരാമനുമൊപ്പം അച്ഛന്റെ ശിക്ഷണത്തിൽ കളരി പരിശീലിക്കുകയും കരവാളിലും ഉറുമിയിലും വൈദഗ്ധ്യം നേടുകയും ചെയ്തയാളാണ് ഉണ്ണിയാർച്ച. ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ചതാണെങ്കിലും മുറച്ചെറുക്കനായ ചന്തുവിനെ കൊണ്ട് ഉണ്ണിയാർച്ചയെ വിവാഹം കഴിപ്പിക്കാൻ ആരോമൽ ചേകവർ തയ്യാറായതേയില്ല. മാത്രവുമല്ല, ആറ്റുമണമേലെ കുഞ്ഞിരാമനെ കൊണ്ട് ആർച്ചയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഉണ്ണിയാർച്ച ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്നാണ് അറിയപ്പെട്ടത്. കുഞ്ഞിരാമൻ വിവാഹം ചെയ്തതിനു ശേഷം ചന്തുവിന് ആരോമൽ ചേകവരോട് പ്രതികാര ചിന്ത ഉടലെടുക്കുകയും ചെയ്തുവെന്നും കഥയിൽ പറയുന്നുണ്ട്. ഉണ്ണിയാർച്ചയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത അധ്യായമാണ് അല്ലിമലർക്കാവിലെ കൂത്ത് കാണാൻ ആർച്ച പോയ കഥ. ആക്രമിക്കാനെത്തിയ ഒരു കൂട്ടം മാപ്പിളമാരെ ഒരു തീയെത്തിപ്പെണ്ണ് തോൽപ്പിച്ച ആ കഥ പറയാം. അല്ലിമലർക്കാവിലും അയ്യപ്പൻ കാവിലും ഉത്സവമുണ്ടെന്നറിഞ്ഞ ആർച്ച അവിടെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്യുന്ന നാദാപുരത്ത് അങ്ങാടിയിലെ ജോനക തെരുവിൽ അക്രമകാരികളായ മാപ്പിളമാർ ഉണ്ടെന്ന് അപ്പോഴേക്കും ഉണ്ണിയാർച്ചയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആർച്ചയോട് പോകരുതെന്ന് ആവശ്യപ്പെട്ടു. തുണയ്ക്ക് പാണനെ കൂടെ കൂട്ടണമെന്നും ഉപദേശിച്ചു. പക്ഷേ ഭർത്താവായ കുഞ്ഞിരാമൻ തുണയ്ക്ക് വരണമെന്നായിരുന്നു ആർച്ചയുടെ മനസ്സിൽ. കുഞ്ഞിരാമൻ വന്നില്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് പോകുമെന്ന് ആർച്ച കട്ടായം പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ ആർച്ചയ്ക്കൊപ്പം കൂട്ടുപോകാൻ കുഞ്ഞിരാമൻ നിർബന്ധിക്കപ്പെട്ടു. നാദാപുരത്ത് മാപ്പിളമാർ തമ്പടിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെന്നറിഞ്ഞ ആർച്ച ആ വഴിക്ക് തന്നെ കൂത്തിന് പോകാൻ ഭർത്താവിന് നിർദ്ദേശം നൽകി. മറ്റു വഴികളില്ലാതെ വന്നതോടെ ആർച്ചയുടെ വാക്ക് കേൾക്കാൻ കുഞ്ഞിരാമൻ തയ്യാറായി. പൊതുവെ ഭീരുവായ കുഞ്ഞിരാമനെ കൂട്ടി ആർച്ച അങ്ങനെ പുറപ്പെട്ടു. നാദാപുരത്തെത്തിയപ്പോൾ തങ്ങളുടെ മൂപ്പന് സമർപ്പിക്കാനായി ജോനകത്തെരുവിലെ മാപ്പിളമാർ ആർച്ചയെ കടന്നുപിടിച്ചു. മാപ്പിളമാർ ആക്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിരാമൻ ഭയം കൊണ്ട് പിന്നോട്ട് മാറിയപ്പോൾ ധൈര്യത്തോടെ ഒരു കൂസലുമില്ലാതെ ആർച്ച അവർക്കെതിരെ തിരിഞ്ഞു. എന്നിട്ട് കുഞ്ഞിരാമനോട് ഇങ്ങനെ ചോദിച്ചു: പെണ്ണായ ഞാൻ വിറയ്ക്കുന്നില്ല, എങ്കിലും ആണായ നിനക്കെന്തേ ഇങ്ങനെ വിറയ്ക്കുന്നു? ആർച്ചയുടെ ചോദ്യത്തിന് മുന്നിൽ കുഞ്ഞിരാമൻ ചൂളിപ്പോയി. അപ്പോഴേക്കും മാപ്പിളമാർ അവരുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. വടിയും ആയുധങ്ങളുമായി അവർ ദമ്പതിമാരുടെ ചുറ്റിലും വളഞ്ഞു. ഇവനെ പിടിച്ചു കെട്ടിയിട്ട് ഇവളുമായി നമുക്ക് പോകാം, ഇടയിൽ നിന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ച് അവരുടെ മുന്നിൽ ഉണ്ണിയാർച്ച പറഞ്ഞു: പൊന്നിനാണ് നിങ്ങൾ വന്നതെങ്കിൽ ആനത്തലയോളം പൊന്നിതാ, എടുത്തോളൂ. മാപ്പിളമാരിൽ ഒരുത്തൻ പരിഹാസ ചിരിയോടെ പറഞ്ഞു: ഞങ്ങളുടെ മൂപ്പന് കൊതി പൊന്നിലല്ല, പെണ്ണിലാണ്. ഇതു കേട്ട ഉണ്ണിയാർച്ച കലി പൂണ്ടു വിറച്ചു. അവൾ അരയും തലയും മുറുക്കി മേൽമുണ്ട് ചുറ്റിക്കെട്ടി അര മുറുക്കി. എന്നിട്ട് അരയിൽ കരുതിയിരുന്ന ഉറുമിയെടുത്ത് വീശി അങ്കച്ചുവട് വെച്ച് അവരുടെ നേരെ ചാടി വെല്ലുവിളിച്ചു: എടാ ഒന്നിനും കൊള്ളാത്തവരെ, എന്നോട് ആശയുള്ളവർ എന്റെ കൈ പിടിച്ച് തടുക്കാൻ ചുണയുള്ളവർ വരിനടാ. തല്ലിനോ അടിക്കോ ആണെങ്കിലും ഉശിരുള്ളവർ ഉണ്ടെങ്കിൽ വാ, ഞാൻ തയ്യാർ. നിങ്ങളെ നിലയ്ക്കു നിർത്താൻ തന്നെയാണ് ഞാൻ വന്നത്. അങ്കക്കലി കൊണ്ട് ആലില പോലെ ആവേശം കൊണ്ട് വിറച്ച ഉണ്ണിയാർച്ച മുന്നോട്ടും പിന്നോട്ടും ചുവട് വെച്ച് നീങ്ങി. കുതിരപ്പാച്ചിലിൽ അവളുടെ ഉറുമിത്തല കൊണ്ട് മാപ്പിളമാരിൽ പലരും വീണു. പകച്ചു നിന്നവരെ വിടാതെ ആക്രമിച്ചുകൊണ്ട് ആവേശത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു: പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവരുടെ നേർപ്പെങ്ങൾ ആറ്റുമണമേലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ. പൊരുതാൻ കെൽപ്പുള്ളവർ ആരെങ്കിലും ഇനിയുമുണ്ടോ? ഇതു കേട്ട അവർ നിശ്ചലരായി.
കുഞ്ഞിരാമൻ അവളുടെ പോരാട്ടം നോക്കി അത്ഭുത പരവശനായി നിന്നു. മാപ്പിളമാർ പഞ്ഞി കാറ്റത്ത് പറക്കുന്നത് പോലെ മൂപ്പന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. ഭയന്നു വിറച്ച മൂപ്പൻ ഓടി വന്ന് കാഴ്ചകൾ വെച്ച് ഉണ്ണിയാർച്ചയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞത്രേ. അങ്ങനെ നാദാപുരത്തെ വിറപ്പിച്ച മാപ്പിളമാരെ വിറപ്പിച്ച് ആ വീരാംഗന പുതിയ ചരിത്രം രചിച്ചു. അവളുടെ വീരകഥകൾ പാണന്മാർ പാടി നടന്നു. വടക്കൻ മലബാറിലെ തീയത്തിപ്പെണ്ണ് മാപ്പിളമാരെ പാഠം പഠിപ്പിച്ച കഥ നാടാകെ കേട്ടു. തലമുറകളോളം ആ കഥ മണ്ണിൽ പാടി കേട്ടുകൊണ്ടേയിരുന്നു. കേരളത്തിലെ ഫെമിനിസ്റ്റ് കൂടിയായ ഉണ്ണിയാർച്ച അറിയാത്തവർ ഇന്ന് ആരാണല്ലേ ഉള്ളത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.